ഓ ആ ഞാൻ മൂടെ നമുക്കുള്ള മറുപടി ആയില്ലേ നവാസേ പിന്നെന്ത് ആക്കി ആ ആര് നവാസാ എന്ത് പണിയുടെ കാര്യത്തിന് വിളിച്ചതാ പാല് തിളപ്പിച്ച അടുക്കള പോയി നോക്ക്. അമ്മ തിളപ്പിച്ചെങ്കിൽ കൊണ്ടുവന്നൂടെ? ഞാൻ തന്നെ വെറുതെ അവിടെ വരെ പോണേ. നീ എന്റെ മേടിക്കോട്ടോ. നീ പാല് മാത്രമായിട്ട് വേണ്ട കേട്ടാ? കേട്ടല്ലോ. കേശ് ഇപ്പൊ വരും, ഇപ്പൊ കൊണ്ടുവരും കേട്ടാ. നീ കഴിക്കാൻ ഇപ്പൊ തന്നെ എന്നെ മേടിക്കും. ആ നീ പറയിപ്പിക്കണല്ലേ ഇങ്ങനെയൊക്കെ. ആ അമ്മ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഞാൻ കൊച്ചിന് ക്ലാസ് കൊടുക്കായിരുന്നു ഇങ്ങനെ പറയാനായിട്ട്. അച്ഛനമ്മ പറയണ കേൾക്കണ്ട. ഞാൻ മനസ്സ് പോലെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അമ്മക്ക് എന്റെ അടുത്ത് എന്തോ കലിപ്പുണ്ടാവും. അതാണ് ഞാൻ എന്ത് പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ. നീ വാ. ബാലു ആ കൊച്ചു പറഞ്ഞിട്ട് പോയാണ്ടാ? ഞാനൊന്നും കേട്ടില്ല. അവളെന്താ കളി ഉള്ളിൽ പോയത്? ആ എനിക്കറിയില്ല. ഈ അടുത്തുള്ളതാ അവൾക്ക്. എന്നെ കാണുമ്പോ പറന്ന് പറഞ്ഞിരിക്കും. അത് അമ്മേനെ മാത്രല്ല എന്നെ കാണുമ്പോഴും ഉണ്ട്. ഇതിപ്പോ അച്ഛനെ ഇടപെട്ടാൽ അവള് നേരെ ആവുള്ളൂ. ഇവിടെ ആകപ്പാടെ പേടിയുള്ളത് അച്ഛനെ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ അതും ഇല്ലാണ്ടാവും. നോക്കിക്കോ. ആ നമസ്തേ, ഞാൻ വരാം. ആ ഞാൻ വരുമ്പോൾ നീ ഇവിടെ കാണണം. ആ കാണണം പറഞ്ഞാൽ കാണണം. അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ആ ശരി. ഓ ലച്ചൂസേ, നീ ഇന്ന് ഷോപ്പിങ്ങിന് വേണമെങ്കിൽ പറയണം കേട്ടാ. എനിക്ക് 2 പ്ലെയിൻ പാൻസ് എടുക്കണം ഓഫീസിലിടാൻ വേണ്ടിട്ട്. ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അല്ല സാധാരണ മോൻ ഒറ്റയ്ക്ക് പോവാറല്ലേ പതിവ്? പക്ഷെ അത് കയ്യില് കാശില്ല, ബാങ്കിലും ഇല്ല. അപ്പൊ നിന്റെ കാർഡ് ഒന്ന് യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു തരണം. വരണവർക്ക് ഫുഡും കഴിക്കാം. എടി ഞാൻ പൈസ തിരിച്ചു തരാടി. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ ഞാൻ തിരിച്ചു തരാൻ പോരെ? കുറ്റി വെക്കാനുള്ള പരിപാടിയാണല്ലേ. എടി ഞാൻ തിരിച്ചു തരാന്ന്. ആദ്യം തരാനുള്ളത് താ, എന്നിട്ട് ഞാൻ ബാക്കി കാശ്. പോരെ അവിടുന്ന്. എനിക്ക് എന്റെ പൈസ ഒന്നും വേണ്ട. അവളുടെ ജാട നോക്ക്. എനിക്ക് എന്റെ അച്ഛനുണ്ട്, അച്ഛൻ്റെ അടുത്ത് ചോദിച്ചോളാം. അച്ഛാ ഒരു 2000 ഉണ്ടാവും അല്ലെ? വേണ്ട, 1500 ഉണ്ടാവും. ഞാൻ തിരിച്ച് 2000 തരാം. കൂടി അങ്ങോട്ട് പോയിട്ടാ. ഐറ്റംസ് റെഡി, വേണ്ടവർക്ക് വരാം. ഇരിക്കണം. എന്തൊക്കെയുണ്ട്? ചിപ്സ്, പഴം. അമ്മേ വാമേ. പൈസ കിട്ടി ചേട്ടാ. കേശു ഇപ്പൊ പഴയ കേശു അല്ല, ഇപ്പൊ വരുമാനമുള്ളവനാണ്. വരുമാനമുള്ളവൻ. അമ്മേ വാ. പറഞ്ഞത് കേട്ടാ, വരുമാനമുള്ളവനെന്ന്. അച്ഛൻ ഇവിടെ ഇരിക്കുന്നു, ബൈൻഡ് അടിച്ച് കഴിഞ്ഞില്ല. എന്നാ വേണോ? അമ്മ കഴിയമ്മ. അച്ഛൻ എന്നാ അച്ഛൻ ഏത്തപ്പഴം എന്നാ അച്ഛൻ ഏത്തപ്പഴം എന്നാന്ന് കഴി. അമ്മ ഈ അച്ഛൻ എന്ത് പറ്റി? അച്ഛനിപ്പ ഇങ്ങനെയാ. ഇങ്ങനെ വേണമെങ്കിൽ എനിക്കും വേണം. അതെന്ന് തോന്നുന്നു. എല്ലാവരും ഒറ്റടിക്ക് തിന്ന് തീർക്കാണ്ട് മാറ്റി വെക്കട്ടെ. ഇപ്പൊ തിന്നണ്ട. ഇപ്പൊ തിന്നണ്ടെന്ന് പറഞ്ഞാ തിന്നണ്ട. അമ്മ അമ്മ ബാലു മിണ്ടാതെ ഇറങ്ങി പോയിട്ട് എവിടെ പോയതായിരുന്നു? ഞാൻ സാധനം വാങ്ങിയാൻ പോയിരുന്നു. ഇവിടെ കൊറോണത്തിന്റെ പറഞ്ഞില്ല, ആരും കേട്ടില്ലല്ലേ. അച്ഛൻ ജംഗ്ഷൻ വരെ പോയാ? അച്ഛൻ നേരത്തെ പറയണ്ടായിരുന്നോ? എന്തിന്? അല്ല എനിക്ക് 2-3 സാധനം മേടിക്കാനുണ്ടായിരുന്നേ. തന്നെ പറഞ്ഞാലേ വാങ്ങിക്കൂലായിരുന്നു. അതെന്താ? അച്ഛൻ രാവിലെ പറഞ്ഞ സാധനം ഞാൻ മേടിച്ചോണ്ട് വന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കൂലേ. എനിക്ക് നാളെ വർക്കിന് പോകണം കേട്ടോ. എവിടെ? ആലുവല? എവിടെ പോയാലേ പറ്റുള്ളൂ. അല്ല എവിടെ പോണേലും പറഞ്ഞിട്ട് പോകാൻ പാടില്ലേ? ഡ്രസ് എടുത്ത് വെക്കണേ. കുറച്ച് ഡ്രസ്സാ? അപ്പൊ ഞാൻ നാളെ പോയിട്ട് നാളെ തന്നെ വരില്ലേ? ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. ഓ അച്ഛൻ എന്താ ഒന്നും മറുപടി വരാത്ത? ഞാൻ ചോദിച്ചതിന്. പിന്നെ പഴയ നനച്ച പാന്റ് ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് വെച്ചിട്ട് പാന്റ് 2 എടുത്ത് വെച്ചേ. അതെന്തിനാ പാന്റ്? സൂപ്പർവൈസർ ആയിട്ടല്ലേ പോണേ? ജോലി ഉണ്ടോ? അയ്യോ സൂപ്പർവൈസർ ആണ്. അഡീഷണൽ ജോലി കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടും. അത് നമുക്ക് സേവിക്കാം. അല്ല ആരെ ചെലവിനല്ല നമ്മളെ കഴിയുന്നത്. അച്ഛാ അച്ഛന് പണ്ടത്തെ പോലെ എനർജി ഒന്നും ഇല്ല. അച്ഛൻ പണിക്കൊന്നും പോകണ്ടെന്നേ. ഒരു തോർത്തോട് എടുത്ത് പോയി. അച്ഛൻ എന്താ ഞാൻ ചോദിച്ചിട്ട് മറുപടി വരാത്തേ? പിന്നെ രാവിലെ കഴിക്കണം. ഇവിടുന്ന് 7 മണിക്ക് ഇറങ്ങണം, 8 മണിക്ക് സൈറ്റ് ചെല്ലണം. അച്ഛാ കഴിക്കാതെ വേണ്ടേ? അച്ഛാ പിന്നെ എപ്പോഴും എന്നെ വിളിക്കരുത്. രാത്രി 8 മണിക്ക് ശേഷമാണെങ്കിൽ വിളിച്ചോ, അത് അത്യാവശ്യം മാത്രം. അച്ഛാ നീ മാത്രമേ വിളിക്കാവേ, നീ മാത്രമേ വിളിക്കാവൂ കേട്ടാ. അച്ഛാ ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടാ. നേരത്തെ മറുപടിയൊക്കെ മര്യാദക്ക് തരാറുന്നില്ല. ഇപ്പൊ എന്ത് പ്രശ്നം? വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അച്ഛാ? അച്ഛൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാച്ചാ എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. അച്ഛൻ ഒന്നും പറഞ്ഞെങ്കിൽ ഞാൻ സിദ്ധുവിനെ വീട്ടിൽ പോട്ടോ. അതെ, അഡ്വാൻസ് കിട്ടുമ്പോൾ നിന്റെ പേരിൽ അയച്ചു തരാം കേട്ടാ. അച്ഛാ അച്ഛാ നീ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ കാര്യം? ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോ നീ ഒന്നും കേട്ടില്ലല്ല. പിന്നെ നീയൊക്കെ പറഞ്ഞ കാര്യം ഞാൻ കേൾക്കണോടാ? അച്ഛാ എനിക്കൊരു കാര്യം അച്ഛനടുത്താണ് പറയാനുള്ളത്. എന്താ കാര്യം?
ദാ 1000 രൂപയാണ് എനിക്ക് ട്യൂഷൻ എടുത്ത് കിട്ടിയ ആദ്യത്തെ ശമ്പളം. പിടിയച്ചാ 1300 രൂപ മൊത്തം കിട്ടി. 300 രൂപ ഞാൻ എടുത്തു. പിന്നെ പഠിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് അച്ഛൻ പണ്ടേ പറയാറുണ്ടല്ലോ ഈ ഫീസൊന്നും മേടിച്ചുവിടുന്നു. ഞാൻ ഫീസായിട്ടൊന്നും മേടിച്ചില്ല. പിള്ളേർ 8 പേരും കൂടെ അവരുടെ സന്തോഷത്തിന് എൻ്റെ തന്നതാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. പിടിയച്ചാ അന്വേഷിക്കച്ച. അതെ നന്നായി വരൂടാ. ഇപ്പൊ എങ്ങനെയുണ്ടടി കുട്ടമ്പിള്ളേരാ മോളെ? നീ എന്തെന്ന് പറഞ്ഞത്? എന്റെ മക്കൾ എന്നെ വിട്ട് പോകുന്നല്ലേ? എടി ദൈവം സമ്മതിക്കുന്നടി, ഞാൻ അങ്ങനെയാണ് എന്റെ പിള്ളേർ നോക്കണത്. നീയും എന്റെ മക്കളെ തമ്മിൽ തെറ്റിക്കാതൊക്കെയല്ല. ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞത്? അതുകൊണ്ടല്ലോ എന്റെ തലയിലേക്ക് ഇടണ. ഇപ്പോ നിങ്ങളെ വാ തുറക്കാണ്ടിരിക്കണ നീ വാടക നോക്കണ്ടടി, വാടപ്പിക്കാൻ നീ നോക്കണ്ട. നിങ്ങൾ ആളെ ആലുവലി ജോലിക്കുണ്ടോ? ജാതി ജോലിക്കുന്നത് എന്റെ പിള്ളേർ വാരിക്കോരി തരാനുള്ളപ്പോ ഞാൻ എന്റെടി പണിക്കണത്? കണ്ടിടത്ത് പോയി കഷ്ടപ്പെടുന്നത് ഞാൻ പാടുന്നില്ല, പാടുന്നു. അവിടെ നിക്ക്, നാളെ മര്യാദക്ക് ജോലി. പോയി വെള്ളം എടുത്തിട്ട് വാടാ.